സുഖമായിട്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾ അടിപൊളിയായിട്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ നോമ്പിന്റെ അവസാന ദിവസങ്ങളിലേക്ക് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പെരുന്നാളൊക്കെ ആവാറായി. അപ്പൊ ഇന്നത്തെ നമ്മുടെ ആഗമന ഉദ്ദേശം എന്തായിരുന്നു യെസ്, ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ട് പോവാണ്. അപ്പൊ ഇന്നത്തെ നമുക്ക് അജണ്ടയിലുള്ളത് ഇക്കാർക്കും ഹംനാക്കുള്ള ഡ്രസ്സ് എടുക്കാന്നുള്ളതാണ് കേട്ടോ. ഇത്തവണ ഇവരൊക്കെ എടുത്തിട്ട് ആണ് ഞാൻ എടുക്കാന്നൊക്കെ പ്ലാൻ ചെയ്തേക്കുന്നത് അല്ലേ. എനിക്ക് തവണ ഡ്രസ്സ് വാങ്ങിച്ചോ എന്നൊക്കെ പറയും. ഞങ്ങൾ വാങ്ങിക്കും, ഇടുകയും ചെയ്യും. അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഹംന ഉറങ്ങുന്ന സമയമാണ്. അപ്പൊ പുള്ളിക്കാരി ഉറങ്ങിയിട്ടുണ്ട്. വണ്ടിയിൽ കയറി ചെറിയൊരു കരച്ചിലൊക്കെ കേട്ടിട്ട് ഉറങ്ങണേ കേട്ടോ. ചുണ്ട് ഇങ്ങനെ പിടിച്ചേക്കുന്നുണ്ടോ, വിതുമ്പി പിടിച്ചേക്കാണ് ഹംന. സമയം എത്രയായി? 3 മണിയായേക്ക്. 3 മണിക്ക് ആവാറായിട്ടുണ്ടാവണം. ഞങ്ങള് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്ന് വിചാരിച്ചതാവും. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ രാവിലെ വിചാരിച്ചിട്ട് നമ്മൾ ഇറങ്ങിയില്ല. അപ്പൊ നമ്മള് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ട് എങ്ങോട്ടാ പോണത്? ഏത് കടയില്? ഇക്കാന്റെ സൗണ്ട് ക്ലിയർ ആവൂല കേട്ടോ. ഉറക്കി പറയൂ. അറിയില്ല, കടയുടെ പേര് മറന്നു, അതുകൊണ്ട് പറയൂല. അപ്പൊ നമ്മള് വെസ്റ്റ് സൈഡിൽ പോവാന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പൊ വെസ്റ്റ് സൈഡിൽ ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് അങ്ങടേക്ക് കുറെ കടകളുണ്ടല്ലോ. സുഡിയോ, മാക്സ്, ട്രെൻഡ്സ്, പിന്നെ ഏതെങ്കിലുമൊക്കെ കടകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ പോവാന്ന് ഓർത്തു കളമശ്ശേരി വെസ്റ്റ് സൈഡിലേക്ക് കണ്ടുപോകുന്നത്. ഇതുവരെ ഞങ്ങൾ വെസ്റ്റ് സൈഡിൽ നിന്ന് ഡ്രസ്സ് എടുത്തിട്ടില്ല. ആ വഴി പോകുമ്പോ കാണുക മാത്രമേ ഉള്ളൂ. നമ്മളങ്ങനെ കയറിയിട്ടില്ല കേട്ടോ. അപ്പൊ ഇപ്പം നമ്മുടെ അപ്പോളോന്റെ ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നേരെ നമുക്ക് പോവാം. ഇനി ഈ വ്ളോഗ് ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇനി ഇത് നീണ്ട അടുത്ത ദിവസത്തിലേക്ക് പോവാം. കാരണം നെക്സ്റ്റ് ഡേ നമ്മള് വീട്ടിൽ നിന്ന് ഉമ്മിച്ച് അങ്ങനെയൊക്കെ ആയിട്ട് പോയിട്ട് ഡ്രസ്സ് എടുക്കാന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങള് പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അറിയില്ല ഇതിപ്പോ എങ്ങനെയൊക്കെ ആവും, എങ്ങനെയാണെന്നുള്ളത്. കാരണം പ്ലാൻ ചെയ്യുന്ന പോലെ ഒന്നും നടക്കാറില്ല. അപ്പൊ അതുകൊണ്ട് ഗോ വിത്ത് ദ ഫ്ലോ എന്ന് പറഞ്ഞ പോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കപ്പൊ നേരെ പോയി ഹംനാക്കും ഇക്കാക്കും ഉള്ളത് നോക്കാം. ആൻഡ് ഹംന ഇപ്പൊ ഉറങ്ങിയാണ്. അവിടെ ചെല്ലുമ്പോഴും ഉറങ്ങണത് വലിയ കുഴപ്പമില്ല. പക്ഷെ ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് ഇവളൊന്ന് സെറ്റ് ആക്കിയിരുന്നു. അപ്പൊ ആദ്യം ഇക്കാക്കുള്ളത് നോക്കാം കേട്ടോ. എന്തായാലും ഇവള് ഉറങ്ങിയല്ലേ. അപ്പൊ പിന്നെ ഇവളെ എണീക്കുമ്പോഴേക്കും ഇവളുടെ നോക്കാം, അല്ലെങ്കിൽ ട്രയൽ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് എന്തായാലും നേരെ വെസ്റ്റ് സൈഡ് പിടിക്കാം. കളമശ്ശേരി വഴി നമ്മൾ പാസ് ചെയ്യുമ്പോഴൊക്കെ വെസ്റ്റ് സൈഡ് കാണാറുണ്ട് കേട്ടോ. പക്ഷെ വെരി ഫസ്റ്റ് ടൈം ആണ് നമ്മൾ ഇന്ന് വെസ്റ്റ് സൈഡിലേക്ക് വരുന്നത്. അത്യാവശ്യം നല്ല പാർക്കിംഗ് ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് വണ്ടിയൊക്കെ ഇടാൻ പറ്റിയിട്ട് അങ്ങനെ നമ്മൾ ഇതിനകത്തേക്ക് കയറി. ആദ്യം തന്നെ ഇക്കാന്റെ സെക്ഷൻ ആണ് കേട്ടോ നോക്കുന്നത്. ഒരു ഷർട്ടും ഒരു ടീഷർട്ടൊക്കെയാണ് ഇക്കാക്ക് പ്ലാൻ ചെയ്ത് വന്നേക്കുന്നത്. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഇക്കാന്റെ കയ്യിലുള്ള സെയിം തന്നെ അതിന്റെ ഡ്യൂപ്പ് ഒരെണ്ണം കൂടി ഇവിടെ വെച്ച് കണ്ടുട്ടോ, ഒരു ഷർട്ടും കൂടി. ഹംന ഉറങ്ങുന്നത് കൊണ്ട് തന്നെ അവളിങ്ങനെ എടുത്തുകൊണ്ട് നടന്ന് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്കാന്റെ സെക്ഷൻ കുറച്ചൊക്കെ നോക്കി വെച്ചിട്ട് നേരെ ഹംനാക്ക് നോക്കാനായിട്ട് വന്നു. കിഡ്സിന്റെ ഒരു വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻ തന്നെ പറയാട്ടോ. ഞാൻ ഈ എടുത്ത് വെച്ചേക്കുന്ന 3-4 എണ്ണം ഉണ്ടല്ലോ, ഇതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പൊ ട്രയൽ ചെയ്തിട്ട് എടുക്കാന്നുള്ള പ്ലാനിലാണ് എടുത്ത് വെച്ചേക്കുന്നത്. നമ്മളപ്പോ വെസ്റ്റ് സൈഡിൽ കേരളം ഇറങ്ങലൊക്കെ ഒരുമിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വെസ്റ്റ് സൈഡിൽ നല്ല കളക്ഷൻസ് കിടക്കുന്നുണ്ട്. ജെന്റ്സിനും ലേഡീസിനും കിഡ്സിനൊക്കെ നല്ല കളക്ഷൻ ഉണ്ട്. ഞാൻ ഒരു 3-4 എണ്ണം പിക്ക് ചെയ്തു കേട്ടോ ഹംനാക്ക് ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ട്രയൽ ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു 1-2 എണ്ണം എടുക്കാം എന്നുള്ള പ്ലാനായിരുന്നു. പക്ഷെ ട്രയലിംഗ് റൂമിൽ ചെന്നപ്പോ അവിടെ അന്യായിക്കൂ. ഒരു 2-3 മണിക്കൂർ എന്തായാലും നമ്മളവിടെ സ്പെൻഡ് ചെയ്താലാണ് എനിക്ക് തോന്നുന്നു ഒന്ന് ട്രയൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് നമുക്ക് ഇഷ്ടമായില്ല. ഇനിയിപ്പോ വേറെ നമ്മൾ പിക്ക് ചെയ്തിട്ട് അതും ട്രയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ടൈം എടുക്കും. അപ്പൊ നമ്മുടെ കയ്യിൽ അത്രയും സമയം ഇല്ല. പിന്നെ അതുകൊണ്ടിട്ട് നേരെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. കളക്ഷൻ ഉണ്ട്, അത്യാവശ്യം കളക്ഷൻസ്. നല്ല മെറ്റീരിയൽ ഹംനാക്ക് ഞാൻ നോക്കിയ 2-3 ഫ്രോക്കിന്റെ ഒക്കെ മെറ്റീരിയൽ നല്ല ഇവൾക്ക് ഭയങ്കര കംഫർട്ട് ആയിട്ടുള്ളൂ. ഇവള് മോസ്റ്റ്ലി അങ്ങനെ ഫ്രോക്സ് ഒന്നും യൂസ് ചെയ്യാത്തതാണ്. അപ്പൊ എനിക്ക് തോന്നി അത് വാങ്ങിച്ചാലും നമുക്കങ്ങനെ ഇവളെന്തായാലും ഇട്ടോളും, ഇടിയിക്കാൻ പറ്റും. ആ ടൈപ്പുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഈ ഒരു റീസൺ കൊണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ സുഡിയോയിലേക്ക് പോകാന്നുള്ള പ്ലാനാണ് കേട്ടോ. അപ്പൊ ഇടപ്പള്ളിയില് നമുക്ക് ഒബ്രോന്റെ ഓപ്പോസിറ്റ് ഉള്ള സുഡിയോയിലേക്ക് പോവാം. അവിടെ ചെന്നിട്ട് ഇനി എന്താവും എന്നുള്ളത് അവിടെ ചെന്നിട്ട് കാണാം അല്ലേ. കളക്ഷൻ കിടക്കണില്ല, അത്യാവശ്യം നല്ല കളക്ഷൻ കിടക്കണുണ്ട് അല്ലെ. നല്ല കളക്ഷൻ ഉണ്ട്. ഇന്ന് സൺഡേ ആയതുകൊണ്ടായിരിക്കണം ഇത്രയും തിരക്കും കാര്യങ്ങളൊക്കെ. അപ്പൊ ആദ്യമായിട്ടാണ് വെസ്റ്റ് സൈഡിൽ കയറിയത്. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ആയിട്ടുണ്ട്. എന്തായാലും നമുക്കിനി തിരക്കൊന്നും ഇല്ലാത്തൊരു സമയത്ത് പോയിട്ട് എടുക്കാം അല്ലേ. അപ്പൊ എന്തായാലും അത് അവിടെ അങ്ങനെ നിൽക്കട്ടെ. നമുക്ക് നേരെ സ്റ്റുഡിയോയിലേക്ക് പോവാം. ഞാൻ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുറുമ്പിയായിട്ടിരിക്കുന്ന എന്താണ് ചിരിക്കടി. ഹംന അരമോളാണ്. ഹംന അരമോളാണ്. ഹംന ഉമ്മിയുടെ മോളാണാ ബടമോളാണാ? നേരത്തെ ഇതുപോലെ ഹംന നിന്ന് നൈസായിട്ട് ഡോറൊന്ന് ഓപ്പൺ ചെയ്യാൻ പോയിട്ടാ. ബസ് പോണ
ബസ് എന്താ? ബസ്. കാറ് എന്താ? കാറ്. ഹംനക്ക് ആകെ അറിയണ വണ്ടി ഏതാണ്? JCB. JCB എവിടെ കണ്ടാലും ഹംന JCB എന്ന് പറയും കേട്ടോ. വേറെ ഒന്നും ഹംനക്ക് അത്ര അങ്ങോട്ട് കാര്യമായിട്ട് അറിയില്ല. ഓ, അങ്ങോട്ട് തിരിയാനുള്ള ബ്ലോക്കാണത് ഫുള്ള്. അവർക്കൊക്കെ എന്തോ പോലെ, അവർക്കൊക്കെ എന്തോ, അവർക്ക് നോ സിഗ്നൽസ്, നോ യു ടേണും ലെഫ്റ്റ് എന്താ അതൊന്നും അവർക്ക് ബാധകമല്ല. അവർക്കൊക്കെ എന്തും കാണിക്കും. 4 വന്നോ? ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റുഡിയോ പോവാം. ഹംനാക്ക് ഉടുപ്പ് വാങ്ങിക്കണോ? എത്ര എണ്ണം വാങ്ങിക്കണോ ഉടുപ്പ്? 4 ഉടുപ്പ്. ഹംനാക്ക് എല്ലാനും ഇപ്പൊ എന്ത് പറഞ്ഞാലും 4 ഹംനയുടെ കൗണ്ട്. അപ്പൊ 4 ഉടുപ്പ് വാങ്ങിക്കണോ അല്ലെ? അബ്ബാനോട് വാങ്ങിച്ചാലോന്ന് വെച്ചാൽ ഉടുപ്പ് 4 എണ്ണം. ഓ, പോഞ്ചോ. ഹംനാട് നെറ്റിട്ട് ഇവിടെ കണ്ട റെഡ് ആയിട്ടിരിക്കണ്ടേ, എന്തോ എവിടെയോ വീണിട്ടുണ്ട്. രാവിലെ കരഞ്ഞതെങ്കിൽ ഇത് വീണിട്ടായിരിക്കും കേട്ടോ മിക്കവാറും. നെറ്റിയുടെ അവിടെ മുഖത്തുനിന്നുള്ള പാടിങ്ങനെ മാറേയില്ല. ഇനി വേണോ? ഓക്കെ, അപ്പൊ നമുക്ക് ഉടുപ്പെടുക്കാൻ പോവാം. എന്ത് സാധനം ഇവിടെ? എന്തിനാണ്? ബ്ലോക്ക് കൂട്ടാനോ കുറക്കാനോ? പണി കഴിയുമ്പോ അറിയാൻ അല്ലേ ഹംന? നമ്മളങ്ങനെ സ്റ്റുഡിയോയിലെത്തി ഗൈസ്. അപ്പൊ ഇക്കാക്കുള്ള സെക്ഷനാണ് കേട്ടോ ആദ്യം നമ്മൾ നോക്കണത്. എനിക്ക് ആ ബ്ലാക്ക് കണ്ടപ്പോൾ ഇഷ്ടമായിട്ടുണ്ട്. 5 സ്ലീവ് ടൈപ്പാണോ? എനിക്കിഷ്ടമായി, നല്ല രസമുണ്ട്. ഇതുവരെ യൂസ് ചെയ്യാത്ത ടൈപ്പ്. അതിന്റെ റേറ്റ് എത്രയാണ്? 399 അല്ലേ? ഇത് മതിയോ? ഏത് മതി? ഹംനാക്ക് അത് മതിയെന്ന്. ഇത് മതിയോ ഹംനാക്ക്? ആ, വാങ്ങിച്ചരാട്ടാ. വലുതാവട്ടെ, വലുതാവുമ്പോ വാങ്ങിച്ചരാട്ടാ. ഏത്? ആ, മറ്റേ എന്താ ഹണി കോമ്പോ അങ്ങനെ എന്തോ അല്ലേ മെറ്റീരിയൽ? അത് വേണോ? ഏത് വേണോ? അത് വേണോ? അതൊക്കെ ഇടാൻ വലുതാവട്ടെ. ആ, നോക്ക്, ട്രയൽ ചെയ്ത് നോക്കാം, പറ്റിയെടുക്കാം. നോക്ക് ഏതാണ് അബ്ബയ്ക്ക് വേണ്ടി എടുത്തോണ്ട് വന്നത്? അത് ഹംനാടെ ഇട്ടേക്കണ ഏകദേശം കളർ പോലത്തെ എടുത്തോണ്ട് വന്നേക്കണം അബ്ബക്ക്. ഇവിടെ നിന്ന് എടുത്തായിരിക്കുള്ളൂ. ഈ പച്ച നല്ല രസമുണ്ട്. ഈ പച്ചക്കിടോ? പച്ചക്കിളി ആൾക്കാക. ഏത്? ദേ അടുത്തത്. അത് വേണ്ട, അതവിടെ വെച്ചേക്ക്. വേണ്ട വേണ്ട. കോക്കു തന്നെ, കോക്കു എടുത്തു നോക്ക്, എടുത്തു വെക്ക്. എന്താ? വാ, നമുക്ക് അബ്ബക്ക് ഡ്രസ് നോക്കണ്ടേ? വാ എന്നാ, ഇവിടെ നിക്കല്ലേ, വാ, ഒറ്റക്കല്ലേ. ഹംന ആർക്കാ ഷെയ്ക്കാൻ കൊടുക്കണേ? ഹംന ഹംന നീ എന്തിനാ ഊരിയത്? നിനക്ക് ചെരുപ്പ് നോക്കണില്ല. എന്ത്? ഹായ്, ഓവർ സൈസ് ഫിറ്റാണോ കറക്റ്റ്? നല്ല കളക്ഷൻ കിടപ്പുണ്ട് കേട്ടോ ബോങ്കേഴ്സിന്റെ ഒക്കെ അല്ലേ. ജെൻസിന്റെ ചെരുപ്പ് എന്തായാലും അടിപൊളി കളക്ഷൻ ഉണ്ട് കണ്ടിട്ട്. എടുത്തോ, നോക്കാം നമുക്ക് ലാസ്റ്റ്. ഹംനക്ക് ഏതാ വേണ്ടത്? ഏത് വേണം? ഇതാണോ വേണ്ടത്? പിങ്കാണ് ഇഷ്ടം. ഗൈസ്, നമ്മള് ഡ്രസ് എടുക്കുന്നത് പെട്ടെന്ന് ഡ്രോപ്പ് ചെയ്ത് നേരെ നമ്മള് ഹോസ്പിറ്റലിലേക്ക് വന്നു. ഇപ്പൊ നമ്മളുള്ളത് റിനൈൽ സിറ്റിയിലാണ്. ഒച്ച കൊണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഗൈസ്? എന്താ? ആംബുലൻസ് അവിടെ ആംബുലൻസ് വന്നത്. അപ്പൊ
ഹയാസ് സൈക്കിളിൽ നിന്നൊന്ന് വീണ് ചെറിയൊരു മുറിവുണ്ട്. അപ്പൊ അവിടെ ഒന്ന് സ്റ്റാപ്ലെയർ അടിച്ചു. കാരണം ഇങ്ങനെ ചെറിയ മുറിവാണെങ്കിൽ ഇങ്ങനെ ഒന്ന് വിടർന്ന് പോയിട്ടുണ്ട്. അപ്പം സ്റ്റിച്ച് ഇട്ടില്ല, പകരം സ്റ്റാപ്ലെയർ ചെയ്തിട്ട് ഒന്ന് പൊടിയൊന്നും വരാതിരിക്കാൻ വേണ്ടിട്ട് ഒന്ന് കവർ ചെയ്ത് വെച്ചേക്കുന്നതാണ്. സ്റ്റാപ്ലെയർ അപ്പൊ ആ സ്റ്റാപ്ലെയർ അടിച്ച് സെറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അത് രണ്ടെണ്ണം എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് അടിക്കാനാണ്. അപ്പൊ ഒരു 3 to 4 hours നമ്മളൊരു ഒബ്സർവേഷനിൽ ഇരുന്നിട്ട് നമുക്ക് വീട്ടിൽ പോകും. അപ്പൊ ഉമ്മിച്ചിയും മാപ്പിച്ചും കൂടിയാണ് ഹയാസിനെ ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. ഇപ്പൊ ഹംനാരെയും കൊണ്ട് ഉമ്മിച്ചും മാപ്പിച്ചും കൂടി അങ്ങോട്ട് പോയി, വീട്ടിലേക്ക് പോയിട്ടുണ്ട്. നോമ്പാണല്ലോ, അപ്പൊ നോമ്പൊക്കെ തുറക്കണ്ടേ. ഹയാസ് ജ്യൂസ് ഒക്കെ കുടിച്ചു അല്ലേ? ജ്യൂസ് കുടിച്ചില്ലേ? സെറ്റായില്ലേ? ഇപ്പൊ കുഴപ്പമില്ലാന്ന് പറഞ്ഞാൽ നോർമലായല്ലോ. ഹയാസിന് പേടി, ഇതിന്റെ പെയിൻ അങ്ങനെ കാര്യമായിട്ടില്ല, പക്ഷെ പേടി ഇങ്ങനെ എല്ലാവരുടെയും പിടിക്കോ ഭയങ്കര ഒരു ഇത്. അപ്പൊ അതിന്റെ കരച്ചിലായിരുന്നു. അപ്പൊ നമ്മൾ അൺഎക്സ്പെക്ടഡ്ലി നമ്മളുടെ ഡ്രസ് എടുക്കൽ പരിപാടി ഇങ്ങോട്ടേക്ക് തിരിക്കും അല്ലേ? സത്യം പറഞ്ഞാലേ ഈ ഇരിക്കുന്ന അവസ്ഥയൊന്നും അല്ലായിരുന്നു കേട്ടോ. കുറച്ച് സമയത്തേക്ക് എല്ലാവരുടെയും കിളിയൊക്കെ പോയി ഇങ്ങനെ പുകയൊക്കെ പാറി നടക്കാന്ന് പറയില്ല, ആ ഒരു അവസ്ഥയായിരുന്നു എല്ലാവരുടെയും തലയ്ക്ക്. ഞങ്ങൾ സ്റ്റുഡിയോയിലിക്കാരുടെ ആ ഒരു ഡ്രസ് സെക്ഷൻ നോക്കി കഴിഞ്ഞ സമയത്താണ് പെട്ടെന്ന് വീട്ടിൽ നിന്ന് വാപ്പിച്ച് വിളിക്കുന്നത്. ഹയാസ് ഇങ്ങനെ പെട്ടെന്ന് സൈക്കിളിൽ നിന്ന് വീണു, മുറിഞ്ഞിട്ടുണ്ട്, എന്തായാലും ഡോക്ടറെ കാണിക്കാതെ പറ്റില്ല, ബ്ലീഡിങ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഉമ്മിച്ചും മാപ്പിച്ചും കൂടി തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു കേട്ടോ. ഇപ്പോഴത്തെ കൈ അടച്ചോ, ഈ കൈ വെച്ചിട്ട് അടച്ചു. നേരെ നേരത്തെ തലന്നെ നോക്കുന്നു. ഭയങ്കര Any of these questions is yes, or you are worried about anything else, you should immediately report to the accident and emergency department. എന്തോ ഒരു ഭാഗ്യത്തിന് ഒരു 4 സ്റ്റാപ്ലറിൽ ഇത് അങ്ങോട്ട് തീർന്നു എന്ന് പറയാം കേട്ടോ. അതിൽ തന്നെ ഭയങ്കരമായിട്ട് അൽഹംദുലില്ലാ എന്താ പറയുക, നമ്മൾ പെട്ടെന്ന് എല്ലാവരും പാനിക് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിലും നമ്മളാണെന്നുണ്ടെങ്കിലും ഫുള്ള്. ഇനിയിപ്പോൾ ഒരു അടുത്ത 7 days നമുക്ക് സ്റ്റാപ്ലർ റിമൂവ് ചെയ്യാം. അതുവരെ ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സിൽ നമുക്ക് ഇതൊന്ന് ഡ്രസ്സ് ചെയ്ത് കൊടുക്കേണ്ട മാത്രമേ ഉള്ളൂ കേട്ടോ ഹോസ്പിറ്റലിൽ പോയിട്ട്. ഓൾറെഡി ഹയാസ് വീണതിന്റെ പെയിനും അതുപോലെ ബ്ലീഡിങ്ങും ഇതെല്ലാം കണ്ടപ്പോൾ അവനും നല്ല രീതിയിൽ ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു, നല്ല പേടി കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പെയിൻ ഇല്ല എന്നുള്ളത് ഞാൻ അവനൊന്ന് സമാധാനിപ്പിക്കാൻ പറഞ്ഞതാണ് അവന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട്. പെയിനും ഉണ്ട് കേട്ടോ കാര്യമായിട്ട്. അതിനുള്ള മെഡിസിൻസും തന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റാപ്ലർ അടിക്കുന്ന സമയത്ത് ഹയാസിന് നമ്മൾ കൊടുത്ത ഓഫർ ആയിരുന്നു കേട്ടോ. അവനൊന്ന് കോപ്പറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവൻ പറയുന്നത് എന്തും നമ്മളിന്ന് വാങ്ങിച്ചു തരാന്നുള്ളത്. കാര്യമായിട്ട് ഇന്ന് ഫുഡൊന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ ചെക്കൻ ആവശ്യപ്പെട്ടത് ചിക്കിങ് ആണ് കേട്ടോ. പിന്നെ നമ്മളും നോമ്പ് പറഞ്ഞിട്ട് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നേരെ വരുന്ന വഴിക്ക് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ചിക്കിങ്ങിൽ കയറി കഴിഞ്ഞ സമയത്ത് അവിടുത്തെ ഒരു മിനി പാർക്ക് കണ്ടപ്പോൾ അവിടെ നിന്ന് പിന്നെ കളിക്കാതെ പോരാൻ പറ്റില്ലല്ലോ. അത്യാവശ്യം ആക്റ്റീവ് ആയപ്പോൾ തന്നെ നമുക്കൊരു ആശ്വാസമായിട്ടോ. ഹയാസ് ഹെഡ് ഇഞ്ചുറി ആയതുകൊണ്ട് തന്നെ ഡോക്ടർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അടുത്ത 4 മണിക്കൂറത്തേക്ക് ഉറങ്ങാനായിട്ട് വിടരുത്, ആക്റ്റീവായിട്ട് തന്നെ ഇരിക്കണം എന്നുള്ളത്. എന്തായാലും ഇന്നത്തെ വ്ളോഗിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് നമ്മുടെ ഡ്രസ്സ് എടുക്കലൊന്നും കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങൾ ഇതെല്ലാം കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ പ്ലാനിങ്ങിലില്ലാത്ത ഒരുപാട് അൺപ്ലാൻഡ് ആയ കാര്യങ്ങളൊക്കെ സംഭവിച്ച് ഒരു സംഭവ ബഹുലമായ ഒരു സൺഡേ തന്നെയായിരുന്നു കേട്ടോ ഇന്നത്തേത്. എന്തായാലും മുന്നേ പറഞ്ഞ പോലെ കൂടുതൽ കേടുപാടുകളൊന്നുമില്ലാതെ ചെറുതിൽ ഇങ്ങനെ അവസാനിപ്പിച്ചതിൽ ഏറ്റവും അൽഹംദുലില്ലാ എന്ന് തന്നെയാണ് കേട്ടോ ഇപ്പോഴും ഞങ്ങൾക്ക് പറയാനുള്ളത്. അങ്ങനെ വയറൊക്കെ ഫിൽ ചെയ്തിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ വീട് പിടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. നമ്മൾ ആലുവയിലുള്ള ചിക്കിങ്ങിന്റെ ഔട്ട്ലെറ്റിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. ഹംനാണെങ്കിൽ കട്ട വെയിറ്റിംഗ് ആണ് വീട്ടിൽ. നമുക്ക് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാവേ. ടാറ്റാ ബൈ ബൈ.